വിഷുക്കട്ട കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ വിഷുവിന് ഉണ്ടാക്കുന്ന പലഹാരമാണ് വിഷുക്കട്ട. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നാളികേരവും അരിയാണ് നമുക്ക് ആവശ്യം. 1.5 മുറി നാളികേരം എടുത്തിട്ടുണ്ട് 1 കപ്പ് അരിക്ക്. അപ്പൊ അരി നന്നായി കഴുകി സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. 1.5 മുറി നാളികേരം 1/4 പാല് മാറ്റി വെച്ചിട്ട് 6 കപ്പ് നാളികേരപ്പാല് ചുവട് കട്ടിയുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമ്മൾ നന്നായി തിളപ്പിക്കുക. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കലരി അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളർ അരി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഉണക്കലരി വെച്ച് ചെയ്താണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അരി ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി അരി നാളികേരപ്പാലില് നന്നായി വെന്ത് കിട്ടണം. അപ്പൊ അതുവരെ നന്നായിട്ട് ഇളക്കിയിട്ടേ ഇരിക്കണം. അടി പിടിക്കാൻ പാടില്ല. അപ്പൊ നന്നായി ഇളക്കിയിട്ടേ ഇരിക്കുക. അരി നന്നായി വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ 1 ടീസ്പൂണ് ജീരകത്തിന്റെ പൊടിയും 1/2 ടീസ്പൂണ് ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നല്ല തേങ്ങാപ്പാലൊക്കെ വറ്റി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരത്തിന്റെ 1/4 പാല് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ 2 പാർട്ടായിട്ട് മാറ്റാൻ പോവാണ്. ഇതിലോട്ട് നമ്മൾ വേറൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിലോട്ട് പാതി നമ്മൾ ഇതിലോട്ട് ഇട്ട് മാറ്റിയിട്ടുണ്ട്. ആ മാറ്റിയ പാത്രത്തിലോട്ട് നമ്മൾ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. മധുരത്തിന് ആവശ്യമായ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ സമയം നമ്മളെ വിഷുക്കട്ട വൈറ്റ് വിഷുക്കട്ട അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു വാഴയിലയിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്ത് നമ്മൾ നേരത്തെ നാളികേരപ്പാലില് വേവിച്ചിരിക്കുന്ന അരി ഇതിലോട്ട് നന്നായി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അവിടെ ചൂടാറാനായിട്ട് വെക്കുക. ശർക്കര ഇട്ടിരിക്കുന്ന വിഷുക്കട്ടയിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് വാഴയിലയിൽ അതും പരത്തി വെക്കുക. നന്നായി ചൂടാറട്ടെ. നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ല കട്ടയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കത്തിയെടുത്ത് ഓരോ കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ നമ്മുടെ വിഷുക്കട്ട തയ്യാറായിട്ടുണ്ട്. മധുരമുള്ള വേണ്ടവർക്ക് ശർക്കര വിഷുക്കട്ടയും അല്ലാത്തവർക്ക് ഇതുപോലെ വിഷുക്കട്ടയും ഉണ്ട്. ഇതും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി വിഷു. കണിക്കൊന്ന പൊൻകണിയും കണി വെള്ളരിയും വിഷു കൈനീട്ടവും സമൃദ്ധമായ സദ്യയുമായി വീണ്ടും ഒരു വിഷുക്കാലം കൂടി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.